KPCCയുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ചാണ്ടിയമ്മൻ എക്സിറ്റായി. പുനഃസംഘടനയെ പരിഹസിച്ചാണ് കെ സുധാകരൻ രംഗത്തെത്തിയത്. ഇത്രയും തൃപ്തി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം. ആ പ്രതികരണം കൂടി. ഒന്നും അനുടയ്ക്കൊന്നും കിട്ടൂല, നമുക്ക് പിന്നെ കാണാം. നമസ്കാരം. ഞാനിപ്പോൾ ഇവിടെ പരിപാടിക്ക് വന്നതാണ് കേട്ടോ. എല്ലാം തൃപ്തനാണ്, സംതൃപ്തിയിലാണ്. ഇത്രയും ഒരു നല്ല തൃപ്തി എനിക്ക് വേറെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗോകുലുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ഒപ്പം ദിസ്ന തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ചേരുന്നുണ്ട്. ആദ്യം ഗോകുലിലേക്കാണ്. ഗോകുൽ, ഈ അങ്ങാടി തോറ്റാൽ അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ സ്വന്തക്കാരൊന്നും പട്ടികയിൽ ഇടം പിടിക്കാത്തതിൻ്റെ ദേഷ്യം മുഴുവൻ മാധ്യമങ്ങളോട് കുതിര കയറിയിട്ടാണോ, അതോ ഇനി ജാഥ അപ്പടി കുളമായതിൻ്റെ ദേഷ്യമാണോ വി ഡി സതീശന്? ശ്യാം, എന്തായാലും ഹാലിളകിയ അവസ്ഥയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെന്ന് നമുക്ക് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ KPCC ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ചതിന് ശേഷം ചാണ്ടിയുമ്മനാണ് ഒരു അപസ്വരവുമായിട്ട് രംഗത്തെത്തിയത്. അതിനെ തുടർന്ന് ഈ കോൺഗ്രസിൻ്റെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ ഒരു മേഖലയിലെ അധ്യക്ഷൻ അല്ലെങ്കിൽ ജാഥ ക്യാപ്റ്റനായിട്ടുള്ള K മുരളീധരൻ പരസ്യമായിട്ട് അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ആ പരിപാടിയിൽ നിന്ന് ഒഴിവായി പോകുന്ന നിലപാട് സ്വീകരിച്ചു. പ്രത്യേകിച്ച് ഇന്ന് പന്തളത്ത് ഈ വിശ്വാസ സംരക്ഷണ സംഗമം നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. 4 മേഖലകളിൽ നിന്നുള്ള ജാഥകൾ സംഗമിച്ച് മഹാസംഗമം അയ്യപ്പ വിശ്വാസികളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു സംഗമ പരിപാടി അവർ ആസൂത്രണം ചെയ്തിരുന്നത്. എന്തായാലും അതിൽ പോലും പടലപ്പിടക്കമുണ്ടായി, അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് K മുരളീധരൻ ഇട്ടേച്ചു പോകുന്നൊരു നിലപാട് ഇന്നലെ സ്വീകരിച്ചു. അദ്ദേഹം പരിപാടി ഉപേക്ഷിച്ചുകൊണ്ട് ഗുരുവായൂരിലേക്ക് യാത്രയായി. അങ്ങനെ പല നേതാക്കളും ഇത്തരത്തിൽ KPCC ആ ഒരു പുനഃസംഘടനയിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചു, പൊട്ടിത്തെറിക്കുന്നു. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പത്തനംതിട്ട ജില്ലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ വിഷയം അവതരിപ്പിച്ചത്. തുടർന്ന് മാധ്യമപ്രവർത്തകരോട് ക്ഷോഭിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഇത്തരം ചോദ്യങ്ങൾ അനാവശ്യമാണ്, അത് മറുപടി അർഹിക്കുന്നില്ല, ഇതിന് താൻ മറുപടി പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹം മാറിപ്പോവുകയായിരുന്നു. കോൺഗ്രസിനകത്ത് ഇല്ലാത്ത പ്രശ്നങ്ങളെ വെറുതെ നിങ്ങൾ ഊതിപ്പെരുപ്പിച്ച് കാണിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. KPCC പുനഃസംഘടനയിൽ അങ്ങേക്ക് സംതൃപ്തി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളോട് ഇനി ഒന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്തിരിഞ്ഞു പോകുന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. മുമ്പ് ഒരുപക്ഷെ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നും ഈ രീതിയിൽ ഇത്രത്തോളം ക്ഷുഭിതമായിട്ടുള്ള ഒരു പ്രതികരണം മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടില്ല. അത് തന്നെ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ വിഷയം പാർട്ടിക്കുള്ളിൽ നേതാക്കൾക്കുള്ളിൽ എത്രമാത്രം അസംതൃപ്തിയും പൊട്ടിത്തെറിയും ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. അതായത് ആ ഒരു പ്രശ്നങ്ങളെല്ലാം കോൺഗ്രസിനുള്ളിലുള്ള ആ പ്രശ്നങ്ങൾ എത്രമാത്രം ഗൗരവപൂർണ്ണമുള്ളതാണ്, വലുതാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടിയിൽ നിന്ന് തന്നെ വ്യക്തമാവുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും PJ കുര്യൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും സമാനമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ പത്തനംതിട്ടയിൽ നടത്തുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകിട്ടാണ് പന്തളത്ത് ആ ഒരു മഹാസംഗമം നടക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ആ സംഗമത്തിൽ എത്ര നേതാക്കൾ ഉണ്ടാകും ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായിട്ട് ഇനി നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് ആ പരിപാടിയുടെ ഉദ്ദേശം പോലും പാളിപ്പോകുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ പെരുമാറ്റം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരു മേഖലയുടെ ക്യാപ്റ്റൻ തന്നെയാണ് ഇത്തരത്തിൽ പരിപാടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടൊഴിഞ്ഞു പോയത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ യാത്രയുടെ ക്യാപ്റ്റൻ തന്നെ ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കോൺഗ്രസിലുണ്ടായിരിക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ വിമർശനവും ഒപ്പം പരിഹാസ്യമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് കൃത്യമായി തന്നെ പറയാം. ദിസ്ന, ഈ ജാഥ ക്യാപ്റ്റൻ എവിടെ? തീർച്ചയായും ശ്യാംബാബു, ഈ ജാഥ ക്യാപ്റ്റനെ ഫോണിൽ നിരവധി തവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള മറുപടിയും ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഔദ്യോഗികമായ ഒരു വിശദീകരണം എന്ന് പറയുന്നത് മലയാള മാസമായതുകൊണ്ട് തന്നെ താൻ ഗുരുവായൂർ ദർശനം നടത്തുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് മടങ്ങിപ്പോയത് എന്നൊരു ഔദ്യോഗിക വിശദീകരണമാണ് ഇപ്പോൾ മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും 4 മേഖലകളിൽ കോൺഗ്രസ് നടത്തിയ വിശ്വാസ സംരക്ഷണ ജാഥ അത് ഇന്നലെ കഴിഞ്ഞുവെന്നും ഇന്ന് നടക്കുന്നത് ചെങ്ങന്നൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്കുള്ള വിശ്വാസ സംരക്ഷണ ജാഥ മാത്രമാണെന്നും K മുരളീധരൻ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തെ നിരവധി തവണ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള മറുപടിയും ഇല്ല എന്നത് തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ്റെ അത്തരത്തിലുള്ളൊരു പ്രതികരണം വന്നത്. ശ്യാംബാബു, പല വിഷയത്തിലും ക്ഷമയുൾപ്പെടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ പുനഃസംഘടനയിലെ അതൃപ്തി വ്യക്തമാക്കുന്നൊരു സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ KPCC പ്രസിഡന്റ് അടക്കം മാധ്യമങ്ങൾക്ക് ഇത്തരത്തിൽ കോൺഗ്രസിലെ ഈ വിഷയങ്ങൾ
പ്രശ്നങ്ങളോടൊക്കെ തന്നെയും കൈകാര്യം ചെയ്യാനാണ് താല്പര്യം. എന്നാൽ ഭക്തരോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസിനെ ശ്രദ്ധിക്കുന്നു പോലും ഇല്ല എന്നൊരു പരാതിയൊക്കെ തന്നെ KPCCയുടെ വക്താക്കളൊക്കെ തന്നെയും മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്ത് ഭക്തരോടൊപ്പം നിന്ന് വലിയ രീതിയിൽ ലാഭം കൊയ്യാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിച്ചത്. പക്ഷേ അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് എത്തി നിൽക്കുന്നു എന്നത് തന്നെയാണ്. എന്തായാലും 3 മേഖലകളിലെ ജാഥ ക്യാപ്റ്റന്മാരുണ്ട്. എന്നാൽ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മുരളീധരൻ തന്നെയാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായത് എന്നത് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ പരിഹാസ രൂപേണ സുധാകരന്റെ മറുപടിയും നമ്മൾ കണ്ടതാണ്. എന്തായാലും വലിയ പ്രതിഷേധം പുകയുകയാണ്. ഈ പുനഃസംഘടനയിൽ ഉണ്ടായിരുന്ന നേതാക്കൾക്കുണ്ടായിരുന്ന അതൃപ്തി ഒന്ന് സംസാരിച്ച് പരിഹരിക്കുമ്പോഴേക്കും അടുത്ത പ്രശ്നങ്ങൾ, അടുത്ത ഭിന്നതകൾ കോൺഗ്രസിൽ രൂപപ്പെട്ടു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആളിക്കത്തുന്നൊരു സാഹചര്യം. അതോടൊപ്പം തന്നെ ക്ഷമ ഉൾപ്പെടെയുള്ള ആളുകൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതോടൊപ്പം തന്നെ മുരളീധരൻ്റെ ഇന്നത്തെ മാറ്റമൊക്കെ തന്നെയും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവും എന്ന കാര്യത്തിൽ സംശയമില്ല ശാമ്പാമ്പു. അതോടൊപ്പം തന്നെ എവിടെയാണ് എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുന്നു എന്നൊക്കെ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരങ്ങളിൽ KPCCയുടെ ഉൾപ്പെടെ വിവിധ പരിപാടികൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടാവും. VD സതീശൻ ഉൾപ്പെടെ മാധ്യമങ്ങളോട് കയർത്ത് സംസാരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഉത്തരം മുട്ടുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേഷ്യം വരുമ്പോൾ അത് മാധ്യമങ്ങളുടെ മേൽ കുതിര കയറുക എന്നതാണ് ഏറ്റവും നേരത്തെയും ഇങ്ങനെ തന്നെയൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. എന്തായാലും നോക്കാം. വളരെ രസകരമായ ഒരു പരിഹാസവും ഒപ്പം തന്നെ അതീവ വിമർശനവും ഇന്നുണ്ടായത് കണ്ണൂരിൽ നിന്നാണ്. മിഥുൻ പിള്ള, മുൻ സംസ്ഥാന KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ പ്രതികരണം. എൻ്റെ അമ്മോ, ഇത്രയും തൃപ്തി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന ആ ഒരു വരിയിലുണ്ട് എല്ലാ വിമർശനവും അതൃപ്തിയും. എങ്ങനെ വിലയിരുത്തുന്നു? ശ്യാമ, KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് തന്റെ ചില പ്രിയപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് പേരുകൾ KPCC നേതൃത്വത്തിന് കെ സുധാകരൻ നൽകിയിരുന്നുവെന്നാണ് വിവരം. പക്ഷേ ആ പേരുകളൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് പുതിയ ലിസ്റ്റ് വന്നതും നേതാക്കളെ പ്രഖ്യാപിച്ചതും. ഇത് തന്നെയാണ് ഇത്തരത്തിലൊരു അതൃപ്തിയിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നത്തെ മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ഇത്രയും തൃപ്തി മുൻപ് ഉണ്ടായിട്ടില്ല എന്നാണ് സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് തന്നെ പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പാർട്ടിയെടുത്ത തീരുമാനങ്ങളിൽ എത്രത്തോളം അതൃപ്തി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രതികരണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ വലിയ തലവേദനയായി പുനഃസംഘടന മാറിയിരിക്കുന്നത് തന്നെയാണ് ഈ പ്രതികരണങ്ങളിലൂടെ ഓരോന്നും വ്യക്തമാകുന്നത്. യെസ്, എന്തായാലും ജംബോ കമ്മിറ്റിക്ക് പിന്നാലെയും അടിച്ചു പിരിയുകയാണ്. തമ്മിൽ തല്ല് രൂക്ഷമായിരിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ. വിശദമായി തന്നെ തുടർ വാർത്തകളും നമുക്ക് വളരെ വേഗത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്.